السلام عليكم ورحمة الله وبركاته. الحمد لله الذي شرع لعباده مواسم الخير والطاعات وجعلها محطات للتزود من الباقيات الصالحات، والصلاة والسلام على نبينا محمد صاحب المعجزات والآيات وعلى آله وصحبه ومن تبعهم بإحسان إلى يوم الدين. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني ويفقه قولي. ഏറ്റവും ആദരണീയരായ സത്യവിശ്വാസികളെ, സുഹൃത്തുക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ കഴിവിൻ്റെ പരമാവധി രഹസ്യ പരസ്യ ജീവിതത്തിൽ പാലിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് എന്നോടെന്ന പോലെ നിങ്ങൾ ഓരോരുത്തരെയും ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അനുവദിച്ചു തന്ന ദുനിയാവിലെ ഈ കുറഞ്ഞ കാലയളവിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ തൃപ്തി നേടാനുള്ള തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ തൃപ്തി ലഭിച്ച് അള്ളാഹു അവൻ്റെ സ്വാലിഹീങ്ങളായ അടിമകൾക്ക് ഒരുക്കി വെച്ചിട്ടുള്ള ആ സ്വർഗത്തിലേക്ക് സന്തോഷം കൊണ്ട് കയറാൻ തൗഫീഖ് കിട്ടുന്ന സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ നമ്മേവരെയും അല്ലാഹു സുബ്ഹാനഹു വ തആല ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, നമ്മളെല്ലാവരും ഓരോ ഉദ്യോഗങ്ങൾ ചെയ്യുന്നവരാണ്. ദിവസവും 8-10 മണിക്കൂറും ആഴ്ചയിൽ 5-6 ദിവസവും വർഷത്തിൽ 10-11 മാസവും നമ്മളെല്ലാവരും ജോലി എടുക്കുന്നവരാണ്. യഥാർത്ഥത്തിൽ നമ്മളൊക്കെ അത്രയും സമയം ചെലവഴിക്കാൻ തയ്യാറാകുന്നതിൻ്റെ പിന്നിലുള്ള പ്രേരകം എന്താണ്? ഓരോ മാസാവസാനം നമുക്ക് ലഭിക്കാനിരിക്കുന്ന 3 മുതൽ 5,000 വരെയുള്ള ആ ഒരു സാലറി പ്രതീക്ഷിച്ചിട്ടാണ് പലരും ജോലി ചെയ്യാനും അധ്വാനിക്കാനും തയ്യാറാകുന്നത്. കിട്ടിയ സമ്പാദ്യത്തിലൂടെ തനിക്ക് കുറച്ച് നേരം ഒന്ന് ആശ്വസിക്കാനും, നല്ല പാനീയങ്ങൾ കുടിക്കാനും, നല്ല ഭക്ഷണങ്ങൾ കഴിക്കാനും, ഒരു വീടൊക്കെ പണി ചെയ്ത് തീർക്കാനും ഒക്കെയാണ് സാധാരണ നമ്മൾ ഇത്രയും അധ്വാനിക്കാൻ എല്ലാവരും ഈ ഒരു പ്രവാസ ലോകത്തേക്ക് വരാൻ തയ്യാറായിട്ടുള്ളത്. പക്ഷെ ഈ സുഖ സൗകര്യങ്ങളുടെ കാര്യം തന്നെ നമ്മളൊന്ന് എടുത്തു നോക്കൂ. ശരിക്കും നമ്മളൊന്ന് അതിനെക്കുറിച്ചൊന്ന് ആലോചിച്ച് നോക്ക്. നമ്മൾ എത്ര ആഗ്രഹിക്കുന്ന വളരെ രുചികരമായിട്ടുള്ള ഭക്ഷണമാണെങ്കിലും അത് ആദ്യത്തെ 1-2 ഉരുളയാകും അതിൻ്റെ യഥാർത്ഥ അനുഭൂതി നമുക്ക് അനുഭവപ്പെടുള്ളൂ. നല്ല മധുരമുള്ള ഒരു പലഹാരം ആദ്യത്തെ 1-2 കടി നല്ല ടേസ്റ്റ് ഉണ്ടാവും, പിന്നെ അത് ഒരുപാട് കഴിച്ചാൽ എന്താവും? ഛർദ്ദിക്കാൻ വരും നമുക്ക്. നമ്മൾ ഒരുപാട് ആഗ്രഹിച്ച് കിട്ടിയ ഒരു വാഹനം, മാസങ്ങളോളം അധ്വാനിച്ച് ഉണ്ടാക്കിയ സമ്പത്ത് കൊണ്ട് നമ്മൾ മേടിച്ചെടുത്തൊരു വാഹനം, അത് മേടിച്ചു കഴിഞ്ഞാൽ ആദ്യത്തെ 1 മാസം നമുക്കൊരു പുതുമയുണ്ടാകും. പിന്നെ ബാക്കി എല്ലാവർക്കും എങ്ങനെയാണോ അവരുടെ വാഹനത്തെ അവർ കാണുന്നത് അതുപോലെയായി മാറും. ഇതേപോലെയാണ് ഫോണായാലും ശരി, ഇതേപോലെയാണ് നമ്മുടെ വീടായാലും ശരി, ഇതേപോലെയാണ് പ്രിയപ്പെട്ടവരെ ദുനിയാവിൽ നമുക്ക് ലഭിക്കുന്ന എല്ലാ സുഖ സൗകര്യങ്ങളുടെയും അവസ്ഥ. ഒരുപാട് ന്യൂനതകളുള്ള, ഒരുപാട് കുറവുകളുള്ള ഈ ഭൗതിക സൗകര്യങ്ങൾക്ക് വേണ്ടി നാം എത്രമാത്രം സമയം ചെലവഴിക്കാനും അതിനുവേണ്ടി അധ്വാനിക്കാനും നമ്മളെല്ലാവരും തയ്യാറാകുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, ഈ ഒരു ആമുഖം നമ്മുടെ മുന്നിൽ വെച്ചുകൊണ്ട് നമ്മൾ സ്വന്തത്തോട് ചോദിക്കുക, അല്ലാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിന് വേണ്ടി ജീവൻ സമർപ്പിച്ച ഒരു വിശ്വാസിക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുള്ള സ്വർഗീയ ലോകം അതെന്താണ് യഥാർത്ഥത്തിൽ? നമ്മൾ തിരിച്ചറിഞ്ഞിട്ടുണ്ടോ? പ്രിയപ്പെട്ടവരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുക്കി വെച്ച ആ ഒരു സ്വർഗം, അതിനെക്കുറിച്ച് ചെറിയൊരു രൂപത്തിൽ നമ്മൾ മനസ്സിലാക്കിയാൽ പ്രിയപ്പെട്ടവരെ, ആ ആനന്ദത്തിൻ്റെ നാട്ടിലേക്ക് നമ്മുടെ ആത്മാക്കൾ യാത്രയാകുന്നതിനെക്കുറിച്ചുള്ള പ്രതീക്ഷകളും സ്വപ്നങ്ങളുമായി മാറും നമ്മുടെ ജീവിതം. അതിനുവേണ്ടി നമ്മൾ സമയം ചെലവഴിക്കാനും, അതിനുവേണ്ടി നമ്മുടെ ഇച്ഛകൾ മാറ്റിവെക്കാനും, അതിനുവേണ്ടി നമ്മുടെ താല്പര്യങ്ങൾ ബലിയർക്കാൻ വേണ്ടി നമുക്ക് ഒരു മടിയും വരികയില്ല എന്നുള്ളതാണ് സത്യം. പ്രിയപ്പെട്ടവരെ, സ്വർഗത്തെക്കുറിച്ച് നമ്മൾ
ഇന്നത്തെ ഒരു ദിവസം ഈ ചുരുങ്ങിയ നിമിഷത്തിൽ വളരെ കുറച്ച് കാര്യങ്ങൾ നമുക്കൊന്ന് പരിചയപ്പെടാം എന്നതാണ് ഈ ഒരു സംസാരത്തിൻ്റെ ഉദ്ദേശം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗത്തെ സൃഷ്ടിച്ച ആ നിമിഷത്തിൽ ജിബ്രീൽ അലൈഹിസ്സലാമിൻ്റെ അടുക്കൽ സ്വർഗത്തിലേക്കൊന്ന് എത്തിച്ചു നോക്കാൻ വേണ്ടി പറയുന്ന ആ രംഗം വിശദീകരിക്കുന്ന ഒരു ഹദീസ് ഉണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, ഇദ്ഹബ് ഫൻദുർ ഇലൈഹ, ജിബ്രീൽ നീ ഒന്ന് ആ സ്വർഗത്തിലേക്ക്, ഞാൻ സൃഷ്ടിച്ച സ്വർഗത്തിലേക്ക് ഒന്ന് എത്തിച്ചു നോക്കുക എന്ന്. അങ്ങനെ ജിബ്രീൽ അലൈഹിസ്സലാം എത്തിച്ചു നോക്കിയപ്പോൾ അത്ഭുതം കൊണ്ട് വിശ്വസിക്കാനാകാതെ തിരിച്ച് പറയാണ്, ഐ റബ്ബി വ ഇസ്സതിക് ലാ യസ്മഉ ബിഹാ അഹദുൻ ഇല്ലാ ദഖലഹ. പടച്ച റബ്ബേ, നിന്റെ ഇസ്സത്താണ് സത്യം, ഈ സ്വർഗത്തെക്കുറിച്ച് അതിൻ്റെ വിശദാംശങ്ങൾ അറിഞ്ഞ ഒരാളും അതിലേക്ക് കയറാതിരിക്കില്ല എന്ന് അത്ഭുതം കൊണ്ട് പറഞ്ഞു പോയി എന്നാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ ഹദീസിൽ പറയുന്നത്. പിന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല അതേ ഹദീസിൽ വിശദീകരിക്കുന്നത്, അല്ലാഹു സുബ്ഹാനഹു വ തആല ആ സ്വർഗത്തിന് ചുറ്റും പ്രയാസമുള്ള കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളാൽ അതിനെ പൊതിഞ്ഞു എന്ന്. അതായത് ആ സ്വർഗത്തിലേക്ക് കടക്കണമെങ്കിൽ ഫ്രീ ആയിട്ട് കയറാൻ പറ്റില്ല, വെറുതെ കയറാൻ പറ്റില്ല, കുറച്ച് ബുദ്ധിമുട്ടും ആവശ്യമുണ്ട്, കുറച്ച് അധ്വാനിക്കേണ്ടതുണ്ട്. അങ്ങനെ രണ്ടാമത് ഇത് പൊതിഞ്ഞതിന് ശേഷം ജിബ്രീൽ അലൈഹിസ്സലാമിന് ഇതിനെ കാണിച്ചു കൊടുത്തപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാം കണ്ട് പറഞ്ഞു പോയി, പടച്ച റബ്ബേ ഞാൻ പേടിച്ചു പോയി, വളരെ കുറച്ച് മാത്രമേ അതിൽ കയറുള്ളൂ എന്ന് പേടിച്ചു പോയി എന്ന് പറയാൻ പറ്റും. അപ്പൊ ഈ ഒരു ഹദീസ് നമ്മൾ ഓർമ്മപ്പെടുത്തുന്നത് അത്രയും അത്ഭുതകരമായിട്ടുള്ള ഒരു ലോകമാണ് സ്വർഗം എന്ന് പറയുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖുദ്സിയായ ഒരു ഹദീസിൽ പറഞ്ഞത് കാണാം, അഅദത്തു ലിഇബാദിസ് സാലിഹീൻ. അല്ലാഹു പ്രഖ്യാപിക്കുകയാണ്, എൻ്റെ സ്വാലിഹീങ്ങളായ അടിമകൾ. ആരാണ് ഈ സ്വാലിഹീങ്ങൾ? അള്ളാഹിൻ്റെ ദീൻ പഠിക്കാൻ വേണ്ടി തയ്യാറായവരാണ് പ്രിയപ്പെട്ടവരെ. അള്ളാഹുവിൻ്റെ ദീൻ പഠിച്ചതിനനുസരിച്ച് മാറ്റങ്ങൾ ജീവിതത്തിൽ കൊണ്ടുവരാൻ സാധിച്ചവരാണ് സ്വാലിഹീങ്ങൾ എന്ന് പറഞ്ഞാൽ. അള്ളാഹുവിലേക്ക് അടുക്കാനുള്ള ഒരു പരിശ്രമം, അതിനു വേണ്ടിയിട്ടുള്ള പ്രാർത്ഥനകൾ, അത് ജീവിതത്തിലുള്ളവരാണ് ഈ സ്വാലിഹീങ്ങൾ. അങ്ങനെ സ്വാലിഹീങ്ങളായ അള്ളാഹുവിൻ്റെ അടിമകൾക്ക് വേണ്ടി അള്ളാഹു ഒരുക്കി വെച്ചിട്ടുണ്ട് എന്ത്? അൽ ജന്നത്തുല്ലത്തി മാ ലാ ഐനുൻ റഅത് വലാ ഉദുനുൻ സമിഅത് വലാ ഖതറ അലാ ഖൽബി ബശർ. ഒരു കണ്ണും ഇന്നേ വരെ കാണാത്ത ആ ഒരു അത്ഭുതകരമായിട്ടുള്ള ലോകം, ഒരു ചെവിയും ഇതുവരെ കേട്ടനുഭവിക്കാത്ത അത്ഭുതകരമായിട്ടുള്ള ലോകം, ഒരു ഖൽബും ഇതുവരെ അനുഭവിച്ചിട്ടില്ലാത്ത സുഖ സൗകര്യങ്ങളുടെ ആ ഒരു മഹത്തായ ലോകം അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാൻ. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഇതിനെ കുറിച്ച് വിശദീകരിച്ച ഒരു ആയത്തോതി എന്ന് കാണാൻ പറ്റും ചരിത്രത്തിൽ. ഫലാ തഅലമു നഫ്സുൻ മാ ഉഖ്ഫിയ ലഹും മിൻ ഖുർറത്തി അഅ്യുൻ. കണ്ണിന് സന്തോഷം വരുത്തുന്ന, കൺകുളിർമ വരുത്തുന്ന അള്ളാഹു രഹസ്യമാക്കി വെച്ച ആ സ്വർഗത്തെക്കുറിച്ച് ആർക്കും അതിൻ്റെ യാഥാർത്ഥ്യം അറിഞ്ഞുകൂടാ എന്ന് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു വിശദീകരിക്കണം. പ്രിയപ്പെട്ടവരെ, ഖുർആനിലും ഹദീസുകളിലും സ്വർഗത്തിൽ ഒരു വിശ്വാസി അനുഭവിക്കാനിരിക്കുന്ന അനുഗ്രഹങ്ങളെക്കുറിച്ച് വിശദീകരിക്കുന്ന ഒരുപാട് വിവരണങ്ങൾ നമുക്ക് കാണാൻ പറ്റും. ഒരുപാട് പേരെടുത്ത് പറഞ്ഞ പഴങ്ങളുടെ പേരുകളും നദികളുടെ പേരുകളും അതേപോലെ തന്നെ അവിടുത്തെ സൗകര്യങ്ങളും അവിടുത്തെ സ്വർഗ ലോകത്തേക്ക് പ്രവേശിച്ച ഒരു വിശ്വാസി ആനന്ദം കൊണ്ട് പറയുന്ന വാക്കുകളും അവൻ കുടിക്കുന്ന പാനീയങ്ങളും, അങ്ങനെ പല പേരുകൾ പറഞ്ഞത് കാണാൻ പറ്റും. നമുക്കൊക്കെ സുപരിചിതമായ, നമുക്കൊക്കെ അറിയുന്ന അർത്ഥമുള്ള പേരുകൾ. ഇതൊക്കെ നമ്മൾ വായിക്കുമ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു വിശദീകരിക്കുകയാണ്, ലൈസ ഫിൽ ജന്നതി ഷൈഉം മിമ്മാ ഫിദ് ദുനിയ. ദുനിയാവിലുള്ള ഒന്നും സ്വർഗത്തിലില്ല. ദുനിയാവിലുള്ള ഒന്നും സ്വർഗത്തിലില്ല. ആകെ എന്തേ ഉള്ളൂ? സ്വർഗത്തിലുള്ള ആ അനുഗ്രഹത്തിൻ്റെയും ദുനിയാവിലുള്ള ഈ സൗകര്യത്തിൻ്റെയും പേര് ഒന്നാണ് എന്നേ ഉള്ളൂ. അപ്പം അവിടെ പാലുണ്ട്, തേനുണ്ട്, അതേപോലെ തന്നെ ഈത്തപ്പഴങ്ങളുണ്ട് എന്നൊക്കെ പറയുമ്പോഴും പേരൊന്നാന്നേ ഉള്ളൂ. സ്വർഗത്തിലുള്ള നമ്മൾ ദുനിയാവിൽ സങ്കല്പിക്കുന്നതിനേക്കാൾ എത്രയോ വലുതും എത്രയോ അത്ഭുതവുമുള്ളതാണ് സ്വർഗലോകത്തുള്ളത് എന്ന് അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു വിശദീകരിക്കണം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ വിശ്വാസികളായ സ്വഹാബാക്കൾക്കും നമ്മൾക്കും ഈ സ്വർഗം എന്ന് പറഞ്ഞാൽ എന്താണ് അതിൻ്റെ വില എന്ന് നമ്മളെ ബോധ്യപ്പെടുത്താൻ വേണ്ടി വിശദീകരിക്കുന്ന ഒരു ഹദീസ് കാണാൻ പറ്റും. മൗദിഉ സൗത്തിൻ ഫിൽ ജന്നതി ഖൈറും മിനദ് ദുനിയ വമാ ഫീഹാ. സുബ്ഹാനല്ലാഹ്. അതായത് ഒരു ചാട്ടവാർ, നേരിയ ഒരു ചാട്ടവാർ നമ്മൾ ഭൂമിയിലേക്ക് ഇങ്ങനെ കിടത്തി വെച്ചാൽ അത് എത്ര സ്ഥലം ഭൂമിയിൽ നിന്ന് എടുക്കും? സ്വർഗത്തിലുള്ള ചാട്ടവാർ, ആ നേരിയ ചാട്ടവാർ എടുക്കുന്ന സ്ഥലം
ദുനിയാവിലുള്ള സകല സൗകര്യങ്ങളെക്കാൾ, ദുനിയാവിലുള്ള സകല ഏറ്റവും വലിയ കോട്ടകളെക്കാളും സൗകര്യങ്ങളെക്കാളും ഭൂമിയെക്കാളും സാമ്രാജ്യങ്ങളെക്കാളും എന്ത് നമ്മുടെ മനസ്സിൽ വന്നാലും അതിനേക്കാളൊക്കെ ഉത്തമമാണ് സ്വർഗത്തിലുള്ള ആ ചാട്ടവാർ എടുക്കുന്ന നേരിയ സ്ഥലം എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ വിശദീകരിക്കണം. സുബ്ഹാനല്ലാഹ്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കി. ദുനിയാവിലുള്ള എല്ലാ സൗകര്യങ്ങളെക്കാളും എല്ലാത്തിനേക്കാളും മഹത്വകരമായിട്ടുള്ള ഉത്തമമായ സൗകര്യങ്ങളാണ് ആ ചാട്ടവാറ് നിൽക്കുന്ന ആ നേരിയ സ്ഥലം എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിക്കണം. പ്രിയപ്പെട്ടവരെ, സ്വർഗീയ അനുഗ്രഹങ്ങൾ അത് പരിധിയില്ലാത്തതാണ്. അത് ദിവസം തോറും വർദ്ധിക്കുകയാണ് ചെയ്യുക. ഓരോ നിമിഷവും സ്വർഗീയ അനുഭൂതികൾ, സ്വർഗീയ നിമിഷങ്ങൾ അത് പുതുമയുള്ളതാണ്. ആ സ്വർഗത്തിൽ ഒരു വിശ്വാസിക്ക് ഉറക്കമില്ല. കാരണം ഉറങ്ങുമ്പോൾ നഷ്ടപ്പെടുന്ന ആനന്ദത്തിന്റെ സമയമുണ്ടല്ലോ, അതുപോലും ആ വിശ്വാസിക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നഷ്ടപ്പെടുത്തുകയില്ല എന്നുള്ളതാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിക്കുന്നത്. ആ സ്വർഗത്തിൽ പ്രിയപ്പെട്ടവരെ പ്രയാസങ്ങളില്ല, ദുഃഖമില്ല, ന്യൂനതകൾ ഒന്നും തന്നെ ഇല്ല, രോഗങ്ങളോ വേദനകളോ ഒന്നും തന്നെ ഇല്ല. അവിടെ വിവിധ തരത്തിലുള്ള ഭക്ഷണങ്ങളും പാനീയങ്ങളും ഇരിക്കുന്ന സ്ഥലങ്ങളും അതൊക്കെ അവിടെയുണ്ട്. നമുക്ക് ഭക്ഷണത്തിനും പാനീയത്തിനൊന്നും ആവശ്യമില്ല, നമുക്ക് കുടിക്കാൻ ആവശ്യം, ദാഹിക്കുകയില്ല, വിശക്കുകയില്ല. അവിടെ എന്താണ്? അക്ലുൻ വശുർബു തലദ്ദുസ് ലൈസ അക്ലുൻ വശുർബുൽ ഹാജ. ആവശ്യം ഉണ്ടായിട്ട് കുടിക്കും, ആവശ്യം ഉണ്ടായിട്ട് കഴിക്കല്ല ചെയ്യണത്. ആനന്ദിക്കാൻ വേണ്ടി, അനുഭൂതി ലഭിക്കാൻ വേണ്ടി, ആസ്വദിക്കാൻ വേണ്ടി തിന്നും കുടിച്ചുകൊണ്ടിരിക്കുകയാണ് സ്വർഗവാസികൾ എന്നുള്ളതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിശദീകരണങ്ങളിൽ പണ്ഡിതന്മാർ വിശദീകരിക്കണം കാണാൻ പറ്റുന്നത്. ലാ യസ്മഊന ഫീഹാ ലഗ്വൻ വലാ തഅസീമ. സ്വർഗത്തിൽ കയറിയവർ ഒരാളും അവരെ വേദനിപ്പിക്കുന്ന മോശപ്പെട്ട ഒരു സംസാരം അവിടെ നിന്ന് കേൾക്കില്ല. നമുക്ക് ഇഷ്ടമില്ലാത്ത പേര് വിളിക്കലോ, നമ്മളെ ബുദ്ധിമുട്ടിക്കുന്ന കമന്റ് പറയലോ, നമ്മുടെ മനസ്സിനെയും അഭിമാനത്തെയും ബാധിക്കുന്ന രൂപത്തിലുള്ള ഒരു വിഷമത്തിനും കാരണമാകുന്ന വാക്കുകൾ ഒരാൾ കേൾക്കുന്ന അവസ്ഥ സ്വർഗത്തിൽ കയറിയാൽ പിന്നെ ഉണ്ടാവില്ല. ഇല്ലാ ഖീലൻ സലാമൻ സലാമ. അവൻ കേട്ടുകൊണ്ടേയിരിക്കുന്നത് ശാന്തിയും സമാധാനത്തിന്റെയും സന്തോഷത്തിന്റെയും അഭിവാദ്യങ്ങളും വാക്കുകളും മാത്രമാണെന്ന അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പറയുന്നത്. അതാണ് പ്രിയപ്പെട്ടവരെ സ്വർഗം. മസലുൽ ജന്നത്തില്ലതി വുഇദൽ മുത്തഖൂൻ. അള്ളാഹുവിൽ തഖ്വ പാലിച്ചുകൊണ്ട് ജീവിച്ചവർക്ക് അള്ളാഹു വാഗ്ദാനം ചെയ്ത ആ സ്വർഗത്തിന്റെ ഒരു ഉപമയുണ്ടല്ലോ. ഫീഹ അൻഹാറുൻ മിൻ മാഇൻ ഗൈരി ആസിനിൻ. പരിശുദ്ധമായ, രുചിയിൽ കലർപ്പില്ലാത്ത, നല്ല തണുത്ത വെള്ളം ഒഴുകുന്ന നദികളുണ്ട് ആ സ്വർഗത്തിൽ. വഅൻഹാറും മിൻ ലബനിൻ ലം യതഗയ്യർ തഅമുഹു. രുചിഭേദം വരാത്ത നല്ല പരിശുദ്ധമായ പാലിന്റെ പുഴകൾ ആ സ്വർഗത്തിലുണ്ട് എന്നുള്ളതാണ് നമ്മൾ വിശദീകരിക്കുന്നത്. വഅൻഹാറും മിൻ ഖംറിൻ ലദ്ദത്തിൻ ലിശ്ശാരിബീൻ. അവിടെ വളരെ രുചികരമായ ശുദ്ധീകരിക്കപ്പെട്ടിട്ടുള്ള തേനിന്റെയും അതേപോലെ തന്നെ ഖംർ, ഇവിടെ നമ്മൾ നിരോധിക്കപ്പെട്ടിട്ടുള്ള കള്ളിന്റെയും പുഴകൾ എത്ര വേണമെങ്കിലും കുടിക്കാൻ ഒരുക്കി വെച്ച രൂപത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗത്തിൽ മുത്തഖീങ്ങളായ തഖ്വയോടുകൂടി ജീവിച്ചവർക്ക് ഒരുക്കി വെച്ചിട്ടുണ്ട് എന്ന് സൂറത്തുൽ മുഹമ്മദിലെ ഈ ആയത്തിൽ വിശദീകരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, സ്വർഗത്തിൽ ഒരുപാട് കോട്ടകളുണ്ട്, പാർപ്പിടങ്ങളുണ്ട്, അമ്പരചുംബികളായിട്ടുള്ള വീടുകളുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ് വമസാകിന ത്വയ്യിബതുൻ ഫീ ജന്നാതി അദ്ൻ. സ്ഥിരവാസത്തിനുള്ള സ്വർഗത്തോപ്പുകളിൽ, അതായത് സ്വർഗീയ പൂന്തോട്ടങ്ങളുടെ നടുക്ക് വളരെ വലിയ അമ്പരചുംബികളായിട്ടുള്ള പാർപ്പിടങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് വാഗ്ദാനം ചെയ്തിട്ടുണ്ട് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തു സഫിൽ വിശദീകരിക്കണം. അവിടെയുള്ള നമ്മുടെ വീടുകൾ അത് എന്ത് വെച്ചിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിക്കുന്ന ഒരു ഹദീസിൽ കാണാൻ പറ്റും. അൽ ജന്നത്ത് ബിനാഉഹാ ലബിനത്തും മിൻ ഫിദ്ദ. അവിടെയുള്ള വീടുകൾ, കൊട്ടാരങ്ങൾ, പാർപ്പിടങ്ങൾ അത് ഉണ്ടാക്കപ്പെട്ടിട്ടുള്ള ഇഷ്ടിക അത് വെള്ളി കൊണ്ടാണ്. വലബിനത്തും മിൻ ദഹബ്, അത് സ്വർണം കൊണ്ടുള്ള, ഒന്ന് വെള്ളിയാണെങ്കിൽ രണ്ടാമത്തത് സ്വർണം കൊണ്ട്. വമലാതുഹൽ മിസ്കുൽ അസ്ഫർ, വളരെ ശക്തമായ സുഗന്ധം ദ്രവിക്കുന്ന കസ്തൂരിയാണ് ആ പറഞ്ഞ ഇഷ്ടികകൾ തമ്മിൽ ഒട്ടിപ്പിടിക്കാൻ വേണ്ടി അവിടെ ഉപയോഗിക്കപ്പെടുന്ന സിമന്റ് എന്ന് വേണമെങ്കിൽ പറയാം. വഹസ്ബാഉഹാ അൽ-ലുഅ്ലുഉ വൽ യാഖൂത്ത്,
അതേപോലെ തന്നെ അവിടെയുള്ള കല്ലുകൾ അത് മുത്തുകളും അതേപോലെ തന്നെ മാണിക്യവുമാണ് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിക്കണം. വതുർബതുഹാ അസ്സഅഫറാൻ, ആ സ്വർഗത്തിലുള്ള മണ്ണ് എന്ന് പറയുന്നത് അത് കുങ്കുമമാണ് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിക്കണം. ഓരോ വിശ്വാസികൾക്കും ഒരുപാട് ടെന്റുകൾ ഉണ്ട് സ്വർഗത്തിൽ എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിക്കുന്നത് കാണാൻ പറ്റും. ഒരുപാട് ടെന്റുകൾ. കാരണം ഓരോ വിശ്വാസിയും അവന്റെ സ്വർഗീയ ലോകത്തേക്ക് കയറുമ്പോൾ ഒരു വലിയ സാമ്രാജ്യത്തിന്റെ രാജാവായിട്ടാണ് അവൻ കയറുന്നത്. അവന്റെ സ്വർഗീയ സാമ്രാജ്യത്തിൽ ഒരുപാട് ടെന്റുകൾ ഉണ്ട്. ആ ടെന്റുകളെ തന്നെ വിശദീകരിക്കുന്ന റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് എന്താണെന്നറിയോ? അതിൽ ഓരോ ടെന്റുകളും ഖൈമത്തും മിൻ ലുഅ്ലുഇൻ വാഹിദത്തിൻ മുജവ്വഫ തൂലുഹാ 60 മീൽ, 60 മൈലുകൾ നീണ്ടു നിൽക്കുന്ന വലിയ ഒരു മുത്തിന്റെ വലുപ്പത്തിലുള്ള ടെന്റുകളാണ് അവർക്ക് അവിടെ ഒരുക്കി വെച്ചിട്ടുള്ളത്. ഒരുപാട് ടെന്റുകൾ, ഒന്നൊന്നല്ല. അങ്ങനെ ഓരോ ടെന്റിലെയും ഈ പറഞ്ഞ ഈ വിശ്വാസിയെ സ്വീകരിക്കാൻ വേണ്ടി കാത്തു നിൽക്കുന്ന കന്യകകളായിട്ടുള്ള സുന്ദരികളായിട്ടുള്ള സേവകരും കുടുംബക്കാരും ഭാര്യമാരും അവർക്ക് വേണ്ടി നിൽക്കുന്നുണ്ട് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിക്കണം. ആ സ്വർഗത്തിലേക്ക് കയറി വരാനിരിക്കുന്ന സ്വാലിഹായിട്ടുള്ള മുത്തഖിയായിട്ടുള്ള ആ സ്വർഗാവകാശിയെ സ്വീകരിക്കാൻ വേണ്ടി കാത്തിരിക്കുന്ന മറ്റൊരു ലക്ഷ്യവുമില്ലാത്ത ഇത്തരം സ്വർഗീയ കുടുംബം അവിടെ ഉണ്ട് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിക്കണ കാണാൻ പറ്റും. സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്ന എല്ലാവരെ കൊണ്ടും കുടിപ്പിക്കപ്പെടുന്ന ഒരു പാനീയമുണ്ട്. അത് കുടിച്ചു കഴിഞ്ഞാൽ പിന്നെ ലാ യദ്മഉ അബദ, ഒരിക്കലും അവർക്ക് ദാഹം പിന്നീട് അനുഭവപ്പെടുകയില്ല എന്നുള്ളതാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിക്കുന്നത്. ആ ഒരു നദിയുടെ, ആ ഒരു പുഴയുടെ പേരാണ്, ആ ഒരു തടാകത്തിന്റെ പേരാണ് അൽ കൗസർ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ കൗസറിനെ തന്നെ വിശദീകരിക്കുന്ന കാണാൻ പറ്റുന്നത്, കൗസർ എന്ന് പറയുന്ന ആ ഒരു സ്വർഗീയ പാനീയം കുടിപ്പിക്കപ്പെടുന്ന ആ ഒരു തടാകം അത് അതിൻ്റെ ഇരുവശത്തിലും സ്വർണമാണ്. അത് ഒഴുകുന്നത് മുത്തുകൾക്കും മാണിക്യ കല്ലുകൾക്കും മുകളിലൂടെയാണ്. അതിലുള്ള മണ്ണ് അത് കസ്തൂരിയേക്കാൾ സുഗന്ധമുള്ളതാണ്. അത്ര നല്ല സുഗന്ധം ദ്രവിക്കുന്ന അത്രയും നല്ല മണമുള്ള ഒരു പാനീയമാണ് ഈ പറഞ്ഞ കൗസർ എന്ന് പറയുന്ന വെള്ളം. ആ വെള്ളം തേനിനേക്കാൾ മാധുര്യമുള്ളതും മഞ്ഞിനേക്കാൾ വെളുത്തതുമാണ് എന്നതാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ വിശദീകരിക്കുന്നത് കാണാൻ പറ്റും. അങ്ങനെ ആ സ്വർഗത്തിലേക്ക് ഈ പാനീയം കുടിച്ച് പ്രവേശിച്ചു കഴിഞ്ഞ ആ സത്യവിശ്വാസിയെ അവന്റെ സാമ്രാജ്യത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗം നിർമ്മിച്ച അന്നു മുതൽ അവൻക്ക് വേണ്ടി കാത്തിരിക്കുന്ന ആ സ്വർഗീയ കുടുംബം, ആ സ്വർഗീയ സേവകർ, ആ സ്വർഗീയ വനിതകൾ അത് അവിടെ ഉണ്ട് എന്നാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിക്കുന്നത്. ജഅൽന മുതഹ്ഹിറാത്തിൻ അഖ്ലാഖുഹുന്ന മുതഹ്ഹിറ ഉറുബൻ അത്റാബ എന്ന സൂറത്തുൽ വാഖിഅയിൽ പറഞ്ഞത് കാണാൻ പറ്റും. സമപ്രായക്കാരായിട്ടുള്ള കന്യകകളായിട്ടുള്ള അതീവ സുന്ദരികളായിട്ടുള്ള മറ്റൊരു ലക്ഷ്യവുമില്ലാത്ത ഈ വരുന്ന സ്വാലിഹീനെ മാത്രം തൃപ്തിപ്പെടുത്തുകയും അദ്ദേഹത്തിന്റെ തൃപ്തിയും അദ്ദേഹത്തെ സേവിക്കാവുന്ന ഉദ്ദേശം കൊണ്ട് മാത്രം കാത്തിരിക്കുന്ന സ്വർഗീയ കുടുംബം അവിടെ ഉണ്ട് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരെ കുറിച്ച് വിശദീകരിക്കുന്നത് കാണാൻ പറ്റും. സുബ്ഹാനല്ലാഹ്. അവിടെയുള്ള ഈ പറഞ്ഞ കുടുംബത്തിന് ഒരു നിലക്കുള്ള ന്യൂനതകളും ഇല്ല എന്നുള്ളതാണ്. ദുർഗന്ധമോ അല്ലെങ്കിൽ മോശപ്പെട്ട കാര്യങ്ങളോ കുറവുകളോ ന്യൂനതകളോ വിളവുകളോ ഇതൊന്നുമില്ല. അതിപരിപൂർണമായ എപ്പോഴും നന്മ മാത്രം പറയുന്ന, ഇവരെ മാത്രം സേവിക്കുക എന്ന വിഷയത്തിൽ മാത്രമായി ബന്ധപ്പെട്ട് ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന കുടുംബങ്ങളുണ്ട് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിക്കണ കാണാൻ പറ്റും. ഈ പറഞ്ഞ സ്വർഗത്തിലെ ഹൂറുൽ ഐൻ അല്ലെങ്കിൽ ഈ രൂപത്തിലുള്ള സേവകർ ആകാശ ലോകത്തേക്കൊന്ന് ഒരു നിമിഷം നോക്കിയാൽ ഭൂമിക്കും സൂര്യനും ഇടയിലുള്ള സ്ഥലം മുഴുവൻ പ്രകാശപൂരിതമാകും എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. ഭൂമിക്കും ആകാശത്തിനും ഇടയിലുള്ള സകല സ്ഥലങ്ങളും അത് നല്ല ഒരു സുഗന്ധം കൊണ്ട് നിറയും എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിക്കണം. ആ സേവകരുടെ തലയിലുള്ള തട്ടം ഭൂമിയിലുള്ള സകല സൗകര്യങ്ങളെക്കാൾ എല്ലാത്തിനേക്കാളും ഉത്തമവും വലുതുമാണ് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. വയതൂഫു അലൈഹിം വിൽദാനും മുഖല്ലദൂൻ ഇദാ റഅയ്തഹും ഹസിബ്തഹും ലുഅൻ മൻസൂറ. അങ്ങനെ സ്വർഗീയ ആരാമത്തിൽ ഇങ്ങനെ സന്തോഷം കൊണ്ട് അതിൽ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ അനുഭവിച്ച് ആസ്വദിച്ച് നടക്കുന്ന ഈ ഒരു സത്യവിശ്വാസിയെ സേവിച്ചുകൊണ്ട് അവിടെ ചെറിയ ബാലന്മാരായിട്ടുള്ള അള്ളാഹു സ്വർഗത്തിന് വേണ്ടി സൃഷ്ടിച്ച ചെറിയ ബാലന്മാരായിട്ടുള്ള നിത്യ യൗവനമുള്ള ബാലന്മാര്
ഒരുപാട് കോപ്പകളിൽ കുടിക്കാനുള്ള പാനീയങ്ങളുമായിട്ട് ഇങ്ങനെ ഓടിച്ചാടി നടക്കുന്നുണ്ടാവും. എന്നിട്ട് ഇദ്ദേഹത്തിന് ഇങ്ങനെ കുടിക്കാൻ ആവശ്യമുള്ളത് ഇങ്ങനെ ഓരോന്നും കൊടുക്കും, അതിങ്ങനെ കുടിച്ചുകൊണ്ടേയിരിക്കും. അവിടെ നിന്ന് എത്ര കുടിച്ചാലും നമുക്ക് വയറ് നിറയുകയില്ല, എത്ര തിന്നാലും വയറ് നിറയുകയില്ല എന്നുള്ളതാണ് സത്യം. ലഹും ഫീഹ മാ യഷ്തഹൂൻ. നമ്മൾ എന്തൊക്കെ കൊതിക്കുന്നുണ്ടോ, എന്തൊക്കെ ആഗ്രഹിക്കുന്നുണ്ടോ, അതൊക്കെ ആ നിമിഷത്തിൽ സ്വർഗാവകാശിക്ക് അല്ലെങ്കിൽ സ്വർഗവാസിക്ക് ലഭിക്കുമെന്നുള്ളതാണ് ഖുർആൻ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്. ലഹും വലഹ്മി ത്വയ്രിൻ മിമ്മാ യഷ്തഹൂൻ. അവൻ ആഗ്രഹിക്കുന്ന മാംസങ്ങൾ, അവൻ ആഗ്രഹിക്കുന്ന ഭക്ഷണ വിഭവങ്ങൾ. വഫാകിഹത്തിൻ മിമ്മാ യതഖയ്യറൂൻ. അവൻ ആഗ്രഹിക്കുന്ന പഴങ്ങൾ. വദാനിയതൻ അലൈഹിം ളിലാലുഹാ വദുല്ലിലത് ഖുതൂഫുഹാ തദ്ലീല. അവൻ ആഗ്രഹിക്കുന്ന പഴങ്ങൾ, അതിങ്ങനെ ആ മരങ്ങൾ അവൻക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ താഴേക്ക് ഇറങ്ങി വരും എന്നാണ് പറയുന്നത്. നടന്നു പോകുമ്പോൾ സ്വർഗത്തിലുള്ള ഈ എന്താ പറയുക മരങ്ങളുടെ മുകളിലുള്ള വളരെ രുചികരമായിട്ടുള്ള ഇത്തരം പഴങ്ങൾ അവനൊന്ന് ആഗ്രഹിച്ച നിമിഷം അത് അവനിലേക്ക് ഇങ്ങനെ ഇറങ്ങി വരും. നിൽക്കുകയാണെങ്കിൽ നിൽക്കുന്ന ആ ലെവലിലേക്ക്, ഇരിക്കുകയാണെങ്കിൽ ഇരിക്കുന്നിടത്തേക്ക്, കിടക്കുകയാണെങ്കിൽ കിടക്കുന്നിടത്തേക്ക്, അങ്ങനെ അവൻ്റെ വായിലേക്ക് അത് എത്തി വരും. അവൻ എത്ര വേണമെങ്കിലും തിന്നാം എന്നുള്ളതാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിക്കുന്നത്. സുബ്ഹാനല്ലാഹ്. ഇന്ന അഹ്ലൽ ജന്നതി യഅകുലൂന ഫീഹാ വയശ്റബൂൻ. സ്വർഗത്തിൽ ജീവിക്കുന്ന ആ അഹ്ലുകാർ അവർ കഴിക്കുകയും കുടിക്കുകയും ചെയ്യും. വലാ യത്ഫുലൂൻ വലാ യബൂലൂൻ. അവർക്ക് വിസർജനം നടത്തേണ്ടി വരില്ല, അവരിൽ നിന്ന് നജസ് പുറത്തേക്ക് പോകില്ല, അവർക്ക് ജലദോഷം അവിടെ പിടിക്കുകയില്ല, അവർക്ക് ഒന്നും സംഭവിക്കുകയില്ല. തിന്നും കുടിച്ചുകൊണ്ട് ആർമാദിച്ച് ആസ്വദിച്ച് ജീവിക്കാനുള്ള ലോകമാണ് സ്വർഗമെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിക്കുന്നത്. സ്വഹാബാക്കൾ ചോദിക്കണം, അപ്പൊ ഈ തിന്നണതൊക്കെ എങ്ങിട്ടാണ് പോണത് എന്ന് ചോദിക്കാൻ. എങ്ങിട്ടാണ് ഈ തിന്നണതൊക്കെ പോവുക? പിന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് ചോദിക്കണം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഒരുപാട് കുടിച്ച ഒരു ചെറിയ ഏമ്പൊക്കെ അവൻ്റെ ശരീരത്തിൽ നിന്ന് പുറത്തേക്ക് വരും. അതിൻ്റെ മണമാണെങ്കിൽ കസ്തൂരിയേക്കാൾ സുഗന്ധമുള്ള മണം. അതോടുകൂടി ആ തിന്നതൊക്കെ ദഹിച്ചു എന്നാണ് പറയുന്നത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. വീണ്ടും അദ്ദേഹം അടുത്തത് തിന്നാൻ വേണ്ടി പോവാണ്. അങ്ങനെ സന്തോഷത്തിൻ്റെയും ആർമാദത്തിൻ്റെയും അനുഭൂതിയുടെയും ലോകമായിട്ടുള്ള ഒരു സ്വർഗം. ആ സ്വർഗത്തെ കാലാവസ്ഥയെക്കുറിച്ച് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിക്കണത് വളരെ മധ്യമമായിട്ടുള്ള, എല്ലാവർക്കും ഇഷ്ടം തോന്നുന്ന, വളരെ എന്താ പറയുക നല്ലൊരു അനുഭൂതിക്ക് യോജിച്ച രൂപത്തിലുള്ള കാലാവസ്ഥയാണ് സ്വർഗത്തിൽ എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചിട്ടുണ്ട്. സ്വഹാബാക്കളിൽ ചിലർ പറഞ്ഞത് എന്താ, നല്ല ചൂടുമില്ല തണുപ്പുമില്ലാത്ത സമയത്ത് സൂര്യൻ ഉദിച്ച് ഫജർ അല്ലെങ്കിൽ ബാങ്ക് കൊടുത്തതിന് ശേഷം സൂര്യൻ ഉദിക്കുന്നതിൻ്റെ ഇടയിലുള്ള സമയത്ത് നമുക്ക് അനുഭവപ്പെടുന്ന ഒരു അന്തരീക്ഷം ഉണ്ടല്ലോ, ഏകദേശം അതിനോട് സാമ്യതയുള്ള ഒരു അന്തരീക്ഷമാണ് സ്വർഗത്തിലുടനീളം എന്ന് ചില സ്വഹാബാക്കൾ വിശദീകരിക്കുന്നത് കാണാൻ പറ്റും. പ്രിയപ്പെട്ടവരെ, സ്വർഗത്തിൽ ഒരു സൂക്കുണ്ട്, ഒരു അങ്ങാടിയുണ്ട്. സ്വർഗത്തിൽ ഒരു സൂക്കുണ്ട്, ഒരു അങ്ങാടിയുണ്ട്. സ്വർഗത്തിലെ എല്ലാ സാമ്രാജ്യങ്ങളും, തൻ്റെതായ സാമ്രാജ്യങ്ങളിൽ ജീവിക്കുന്ന സ്വർഗീയ വിശ്വാസി, ആ ഒരു രാജാവ്, അവരെല്ലാവരും കൂടി ആഴ്ചയിൽ ഒരു ദിവസം ഒരുമിച്ച് കൂടുന്ന ഒരു അങ്ങാടിയുണ്ട്. അങ്ങനെ ആ അങ്ങാടിയിലേക്ക് ഇറങ്ങി വരുമ്പോൾ ദുനിയാവിൽ പരസ്പരം പരിചയമുള്ള പലരും അവിടുന്ന് പരിചയം ഓർത്തെടുക്കും. നീ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആളല്ലേ? എന്നിട്ട് അവർക്ക് കിട്ടിയ അനുഭവങ്ങളും അവർക്ക് കിട്ടിയ സന്തോഷങ്ങളൊക്കെ അവിടെ പങ്കുവെക്കും എന്ന് വിശദീകരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. സ്വഹാബാക്കളിൽ പലരും പരസ്പരം കാണുമ്പോൾ പറയുന്നത്, നമുക്ക് സ്വർഗത്തിൽ അങ്ങാടിയിൽ കണ്ടുമുട്ടാനുള്ള തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തരട്ടെ എന്ന് പരസ്പരം പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു എന്നുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, ഈ സ്വർഗത്തിൻ്റെ വളരെ ചുരുങ്ങിയ ഒരു വിശദീകരണമാണ് ഞാൻ പറഞ്ഞത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ സ്വർഗീയ ആരാമം അനുഭവിക്കാനും അവിടേക്ക് കയറി ചെല്ലാനുമുള്ള തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വർഗത്തിലേക്ക് ഏറ്റവും അവസാനം ഏറ്റവും താഴെ പദവിയിലേക്ക് കയറുന്ന ഒരാളെക്കുറിച്ച് വിശദീകരിക്കുന്ന ഒരു ഹദീസ് ഉണ്ട്. അതും കൂടി പറഞ്ഞ് ഞാനിവിടെ അവസാനിപ്പിക്കാൻ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചത് എന്താണെന്നറിയോ? ദുനിയാവിൽ ഒരു നന്മയും ചെയ്യാത്ത, തൗഹീദുള്ള ആളാണ്, ഷിർക്ക് ചെയ്തിട്ടില്ല, പക്ഷെ ഒരു നന്മയും ചെയ്തില്ല, ഷിർക്കല്ലാത്ത അതിൻ്റെ താഴെയുള്ള എല്ലാ തിന്മകളിലും കുളിച്ചു മൂടിയ ഒരു വ്യക്തിയാണ്. അങ്ങനെ ഒരു നന്മയും ചെയ്യാത്തവൻ നേരെ നരകത്തിലേക്ക് ചെന്നുപെട്ടു, പക്ഷെ തൗഹീദ് ബാക്കിയാണ് അദ്ദേഹത്തിൽ. അങ്ങനെ ആ വ്യക്തി ദീർഘകാലം നരകത്തിൽ കിടന്ന് കത്തിയെരിഞ്ഞ് എല്ലാ ബുദ്ധിമുട്ടുകളും ശിക്ഷകളും അനുഭവിച്ച് ലാസ്റ്റ് പ്രതീക്ഷയൊക്കെ നശിച്ചതിന് ശേഷം അതിൽ നിന്ന് ഓരോരുത്തർ നരകത്തിൽ നിന്ന് പുറത്തേക്ക് അല്ലാഹു അവരുടെ ഈമാനിനനുസരിച്ച് നന്മകൾക്കനുസരിച്ച് പുറത്തേക്കെടുത്ത് സ്വർഗത്തിലേക്ക് പ്രവേശിച്ച് ലാസ്റ്റ് ഒരാൾ ബാക്കിയുണ്ട്.
അള്ളാഹുവിൻ്റെ കാരുണ്യം കൊണ്ട് സ്വർഗത്തിലേക്ക് ആരെങ്കിലും കയറാൻ ബാക്കി അയാൾ മാത്രമേ ബാക്കിയുള്ളൂ. അങ്ങനെ അദ്ദേഹത്തെ പുറത്തെടുത്ത് നെഹ്റുൽ ഹയാത്തിലേക്ക് ഇറക്കി വെച്ച് എന്താ പറയുക, ഉണങ്ങിക്കെടുക്കുന്ന ഒരു ചെറിയ ഒരു ചെടി ഒരു തുള്ളി വെള്ളം കിട്ടുമ്പോൾ എങ്ങനെയാണോ എണീറ്റ് നിൽക്കുന്നത്, തിരിച്ച് ജീവനിലേക്ക് വരികയാണ്. അങ്ങനെ അദ്ദേഹം അവിടെ നിൽക്കുന്ന ഒരു രംഗം ഒരു സുദീർഘമായ ഹദീസാണ്. അദ്ദേഹം സ്വർഗത്തിനും നരകത്തിനും ഇടയിലുള്ള ഒരു സ്ഥലത്തേക്ക് എത്തിപ്പെട്ടു. നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ട സന്തോഷം കണ്ട് അദ്ദേഹം എണ്ണി പറഞ്ഞു പോയി, എന്നെക്കാൾ അനുഗ്രഹം കിട്ടിയ ഒരാളും ഈ ലോകത്തില്ല എന്നൊക്കെ അദ്ദേഹം പ്രഖ്യാപിച്ചു എന്ന് കാണാൻ പറ്റും. കുറച്ചു നേരം അവിടെ ഇരുന്നപ്പോഴാണ് സ്വർഗത്തിൻ്റെയും നരകത്തിൻ്റെയും ഇടയിലുള്ള ചെറിയൊരു മരത്തെ കാണുന്നത്. അങ്ങനെ അദ്ദേഹം അവിടേക്ക് എത്തിപ്പെടാൻ വേണ്ടി ആവശ്യപ്പെടുകയാണ്, വേറൊന്നും ചോദിക്കില്ല. അങ്ങനെ അവിടേക്ക് എത്തി കുറച്ച് കഴിഞ്ഞപ്പോൾ അപ്പുറത്ത് വേറൊരു മരം കാണാം, അതിനേക്കാൾ വലുതായ. അങ്ങനെ ആവശ്യപ്പെട്ട് അങ്ങനെ പോയി, വീണ്ടും കാണും, പോയി അവസാനം സ്വർഗത്തിന്റെ കവാടങ്ങളുടെ അടുക്കലേക്ക് അദ്ദേഹം എത്തണം. ആ വിശദമായ ഹദീസാണ്, അതിൻ്റെതായ ഭംഗിയോടുകൂടി വിശദീകരിക്കേണ്ടതുണ്ട്. പക്ഷെ സമയം പരിമിതമായതുകൊണ്ട് ഞാൻ ഇങ്ങനെ ചുരുക്കാൻ. അങ്ങനെ സ്വർഗത്തിന്റെ കവാടത്തിന്റെ അടുക്കലേക്ക് എത്തിയപ്പോൾ അദ്ദേഹം സ്വർഗത്തിന്റെ ഉള്ളിലുള്ള അവകാശികൾ അല്ലെങ്കിൽ വാസികൾ ഇങ്ങനെ സന്തോഷം കൊണ്ട് ഉരുവിടുന്ന ശബ്ദങ്ങളും ആനന്ദത്തിന്റെ ശബ്ദങ്ങളൊക്കെ കേട്ട് കൊതി വരണം. അങ്ങനെ അള്ളാഹിനോട് ചോദിക്കണം, പടച്ച റബ്ബേ, ആ സ്വർഗത്തിലേക്ക് എനിക്കൊരു നിമിഷം ഒന്ന് കയറി നിൽക്കാനുള്ള ഒരു അവസരം തരും. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, നിന്നെ അതിലേക്ക് കയറ്റുമെന്ന് നീ പ്രതീക്ഷിക്കുന്നുണ്ട്. അദ്ദേഹം പറയാം, പടച്ച റബ്ബേ, എൻ്റെ കാരുണ്യം കൊണ്ട് കുറഞ്ഞൊരു നിമിഷം. അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തോട് പറഞ്ഞത്, നീ അതിലേക്ക് കയറ്. ഈ കാണുന്ന ഭൂമി ഉണ്ടല്ലോ, നീ ജീവിച്ച ഭൂമി, ആ ഭൂമിയോളം വിശാലമായ ഒരു സാമ്രാജ്യം നിനക്ക് തന്നാൽ എങ്ങനെ ഉണ്ടാകും? അദ്ദേഹം പറഞ്ഞു. അപ്പം അദ്ദേഹത്തിന് വിശ്വസിക്കാൻ പറ്റും. അദ്ദേഹം പറയുന്നത്, ഭൂമിയോളം വലിയ സാമ്രാജ്യം, ഈ പറഞ്ഞ അനുഗ്രഹങ്ങളൊക്കെ ഉള്ള ആ ഒരു സാമ്രാജ്യം. അദ്ദേഹം പറയും, പടച്ച റബ്ബേ, നീ എന്നെ കളിയാക്കല്ല, തസ്തഹ്സിഉബി, എന്നെ കളിയാക്കല്ല റബ്ബേ. അപ്പം അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, അല്ല, ആ ഭൂമിയേക്കാൾ 10 ഇരട്ടി വലുപ്പമുള്ള ഒരു സാമ്രാജ്യം, അതിലേക്ക് നീ പ്രവേശിക്കുക എന്ന് പറഞ്ഞ് സ്വർഗത്തിലേക്ക് ഏറ്റവും അവസാനം ഏറ്റവും കുറഞ്ഞ പദവി കിട്ടുന്ന ഒരാൾക്കുള്ള സ്വർഗീയ സാമ്രാജ്യത്തിൻ്റെ വലുപ്പമാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ ഒരു ഹദീസിൽ വിശദീകരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ആ ഒരു സ്വർഗത്തിലേക്ക്, അതിനേക്കാൾ വലിയ സ്വർഗത്തിലേക്ക് കയറാനുള്ള തൗഫീക്ക് നമുക്ക് എല്ലാവർക്കും തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, ഈ സ്വർഗം കിട്ടാൻ വേണ്ടി എന്ത് തീരുമാനമെടുത്താലും നമുക്കത് നഷ്ടമില്ല. ആ സ്വർഗത്തിലേക്ക് എത്താൻ ആവശ്യമായിട്ടുള്ള അറിവ്, പ്രിയപ്പെട്ടവരെ, ഇത്തരം സോഴ്സുകളിൽ നിന്നും ഇത്തരം സംവിധാനങ്ങളിൽ നിന്നും നിങ്ങൾ പഠിക്കാൻ വേണ്ടി പരിശ്രമിക്കുക. അള്ളാഹു അനുവദിച്ചു തന്ന സമയം അത് പരിമിതമാണ്. അതുകൊണ്ട് നിങ്ങൾ പരമാവധി പരിശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. ചെയ്തു പോയ എല്ലാ തെറ്റുകളും പുറത്ത് നന്മകൾ സ്വീകരിച്ച് സ്വർഗത്തിലേക്ക് കയറാനുള്ള തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും തന്ന് അനുഗ്രഹിക്കട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അസാബന്നാർ. ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب. وصلى الله على سيدنا محمد وعلى آله وصحبه أجمعين. السلام عليكم ورحمة الله وبركاته.